യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ നമുക്ക് അവസരം തന്ന ദൈവത്തിന് കോടാനുകോടി നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 141 സങ്കീർത്തനം 3 തിരുവചനം. കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ഒരു മനുഷ്യനെ കൊല്ലാൻ പോലും കഴിവുള്ള നമ്മുടെ നാവിന് കടിഞ്ഞാണിടണമേ കർത്താവേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ നാശത്തിന് കാരണം അവൻ്റെ നാവാണെന്ന്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നിരന്തരം ദൈവത്തോട് യാചിക്കാം, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നീ തരണം. ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണം. എൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് പോലും ആരുടെ ഹൃദയവും മുറിപ്പെടാൻ ഇടയാകരുത് എന്ന് ദൈവത്തോട് അപേക്ഷിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ സർവശക്തനായ ദൈവം നമ്മുടെ നാവിന് കടിഞ്ഞാണിടാൻ തുടങ്ങും, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. ആ നാവ് ചലിക്കണമെങ്കിൽ നമ്മുടെ അധരം തുറക്കേണ്ടതായിട്ട് വരും. അനാവശ്യമായി അധരം തുറക്കാതിരിക്കാൻ കർത്താവ് തന്നെ അതിന് കാവലേർപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിൻ്റെ സംരക്ഷകനാണെങ്കിൽ ആ ദൈവം തന്നെ നിൻ്റെ അധരങ്ങൾക്ക് കാവൽ നിൽക്കട്ടെ. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ആരെയും മുറിപ്പെടുത്താതിരിക്കുവാൻ, ആരെയും വേദനിപ്പിക്കാതിരിക്കുവാൻ നമുക്ക് ഇന്നു മുതൽ ശ്രദ്ധിക്കാം. ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ക്ഷമ ചോദിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ഇന്ന് തയ്യാറായി നിൽക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. മക്കളെ ശാസിക്കുമ്പോൾ, മറ്റു വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവത്തോട് പറയുക, ദൈവമേ, നീ എൻ്റെ അധരത്തിന് കാവൽ നിൽക്കണം, നീ എൻ്റെ നാവിനെ നിയന്ത്രിക്കണം. ദൈവത്തിൻ്റെ സമൃദ്ധമായ ഇടപെടൽ
ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. വിവേകത്തോടെ സംസാരിക്കാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകും. ഈ നിമിഷം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും സ്നേഹത്തിൻ്റെ സുവിശേഷം അവരിലേക്ക് എത്തുവാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ആ കർത്താവ് അവരെ എല്ലാവരെയും സ്പർശിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം യേശുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.